ഹായ് ഗായ്സ്, വെൽക്കം ടു സിംപ്ലി ഫിൽമി. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. യൂജിൻ ജോസ് ടെറമൽ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ്. റജിൻ എന്നൊരു സംതിങ് പേര് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ ഒരു ഷിംഗറുണ്ട് ഇതിന്റെ റൈറ്റിംഗിൽ. അവർ രണ്ടുപേരും കൂടെയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. യൂജിൻ ജോസ് ചെറമ്മലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചെറമ്മൽ ഈനാശി ഫ്രാൻസിസ് എന്നൊക്കെ പറയുന്നവർ. ഓക്കെ, അതൊക്കെയാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം സിനിമ എങ്ങനെ നടന്നു ചോദിച്ചാൽ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്ലോട്ട് ട്വിസ്റ്റോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു സിനിമ. പക്ഷെ എനിക്കെന്തോ അത് ഈ സിനിമയിൽ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് അങ്ങനെ കണ്ടപ്പോൾ. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു പെർഫോമർ ഈ സിനിമയിലൂടെ നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നത് വേണ്ടി പറയാം. കാരണം മൂപ്പരെ ഒരുപാട് ട്രോളുകൾ ഈയിടെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ പറയുന്ന മനസ്സിലാവുന്നില്ല, ശബ്ദം ക്ലിയർ ആവുന്നില്ല. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ നമ്മൾ പണ്ട് കുറിപ്പിലൊക്കെ കണ്ട ഒരു ഷൈൻ ടോം ചാക്കോ ഉണ്ടല്ലോ, ഒരു ഒരു അസാമാന്യ പെർഫോമർ കാണില്ല, ആ ഒരു പെർഫോമറെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഭയങ്കര ഒരു പോസിറ്റീവാണ്. അത് ഞാൻ ഇന്റർവ്യൂസിൽ കണ്ടിരുന്നു. ഷൈൻ ടോം ചാക്കോ ഈ സിനിമ റീഡബ് ചെയ്തു എന്നൊക്കെ ഭയങ്കര അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അത്. ആ ഒരു തീരുമാനം, ആ ഒരു തിരിച്ചു വരാൻ അയാൾ കാണിച്ച ആ ഒരു 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 മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയട്ടെ. കാരണം വി മിസ് യു ആസ് ആൻ ആക്ടർ. നമുക്കൊരു നല്ലൊരു ആക്ടർ ആയിരുന്നു നിങ്ങൾ. കാരണം കുറുപ്പ് അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഷൈൻ ടോം ചാക്കോന്റെ കിടിലം പെർഫോമൻസ് ഉള്ള ഒരുപാട് സിനിമകൾ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാലത്ത് ആളെ സ്ഥിരം ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. ആളുടെ ഡബിങ് കുമാരിക്ക് ശേഷമാണ് തോന്നുന്നു ആളുടെ ഡബിങ് ഭയങ്കര മോശമായി തുടങ്ങിയത്. പിന്നെ ഇപ്പം ആ പഴയ അടിപൊളി പെർഫോമർ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഷണ്ണനകൂടെ ക്യാരക്ടർ ആയിരുന്നു ആക്ച്വലി ഈ സിനിമയിൽ എനിക്കൊരു ഒരു 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 പോസിറ്റീവ്. അതായത് ചില സീനുകളെന്നല്ല, എൻ്റെ സിനിമയിൽ പോലും മൂപ്പരുടെ ഒരു പോസിറ്റീവ് കൊണ്ട് മൂപ്പര് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പറയാനുള്ളത്, ഇതിൽ കാസ്റ്റ് ആയിട്ടുള്ളത് മെയിനായിട്ട് കുറച്ച് പേരേ ഉള്ളൂ, നമുക്ക് അറിയാവുന്ന കാസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, നമ്മൾ വിൻസി അലോഷ്യസ് ഉണ്ട്, പിന്നെ കുറച്ച് പിള്ളേരും കുറച്ച് ആൾക്കാരുമാണ് ഉള്ളത് ഇതില്. എനിക്ക് ഈ സിനിമയുടെ ഒരു മേജർ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓവർ നാടകീയതയാണ്. അതായത് ഭയങ്കര ഡ്രമാറ്റിക് ആണ് ചില സീനുകളൊക്കെ. എന്ന് പറഞ്ഞാൽ സീരിയൽ ലെവൽ ഡ്രമാറ്റിക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് കൊടുത്തിരിക്കുന്ന ബി ജി എം അതുപോലെയാണ്. ബി ജി എമ്മിനെ പറ്റി ഞാൻ പിന്നെ വരുന്നുണ്ട്. ഭയങ്കര ഓവർ ഡ്രമാറ്റിക് ആയിട്ട് ഡയലോഗുകൾ, ചില സിറ്റുവേഷൻസ്. ദീപക് പറമ്പോളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വന്നു, വെറുതെ നിൽക്കുന്ന ഒരാളുടെ കരണത്തടിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ. വരുന്നു, ആ സീനിൽ ആരാണോ നിൽക്കുന്നത് അവരെ ഇടിക്കുന്നു, അത്രേ ഉള്ളൂ പുള്ളിക്ക് ക്യാരക്ടർ. ഒരു ക്യാരക്ടറില്ലാത്ത ഒരു ക്യാരക്ടറാണ് ബേസിക്കലി അത്. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ വിൻസി അലോഷ്യസിന്റെ അഭിനയം എനിക്ക് അത്ര കൺവിൻസിങ് ആയില്ല. പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ നാടകീയതയുണ്ട്, ആളുടെ ഡയലോഗ് ഡെലിവറിയിലുണ്ട്, അതുപോലെ തന്നെ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ മൊത്തത്തിൽ നമുക്കൊരു നാടകി, എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കുറച്ച് കുട്ടികളാണ്. അതിൽ അഖിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തൊരു പയ്യനുണ്ടാവും. വലിയ കുഴപ്പമില്ല. ചില സീനിൽ അവൻ പറഞ്ഞ പോലെ ഒരു ഡ്രമാറ്റിക് മെലോ ഡ്രാമ പരിപാടിയാണ്, പക്ഷെ ചില സീനിൽ അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത കുട്ടിയുണ്ട്. ഈ അഖിലിന്റെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്തൊരു ഒരാളുണ്ട്. പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ആ ഒരു ഇമോഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കണക്ട് ആവുന്നുണ്ടായിരുന്നു നമ്മളെ സിനിമ കാണുമ്പോൾ. പിന്നെ കഥയിൽ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് സിനിമയുടെ ആ ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. ഭയങ്കര ഒരു യൂഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ത്രില്ലേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ത്രില്ലർ സിനിമ വെറുതെ കുറച്ച് അതിനിടയിൽ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് രണ്ട് തെയ്യത്തിന്റെ എലമെന്റ്സ് ഒക്കെ വെറുതെ വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ എനിക്കൊരു ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ അനുഭവം മാത്രമായിട്ട് കലാശിച്ച ഒരു സിനിമയാണിത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. മേ ബി നിങ്ങൾക്ക് ഈ സിനിമ അടിപൊളിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടാണെങ്കിൽ ഒരു കമന്റ് ആയിട്ട് താഴെ പോസ്റ്റ് ചെയ്യുക. കാരണം കമന്റ്സോടെ നോക്കിയിട്ട് സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആസ് ഐ ഓൾറെഡി സെഡ്, ഈ സിനിമ എനിക്കൊരു തീർത്തും ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു എലമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ സിനിമ കണ്ടതാണ്. കാരണം ആളുടെ ആ ഒരു പെർഫോമൻസ് നല്ല രസമായിരുന്നു. ആളുടെ പെർഫോമൻസ്, ആളെ പോലീസ് യൂണിഫോമിൽ വരുമ്പോൾ ഭയങ്കര ബിലീവബിൾ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഷൈൻ ടോം ചാക്കോന്റെ ക്യാരക്ടർ ആണെങ്കിലും അത് അദ്ദേഹം പോർട്രേ ചെയ്തേക്കുന്ന രീതിയാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ എനിക്ക് ഇൻഫാക്ട് എന്റെ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല. ഈ സിനിമ ഒരു ആവറേജ് എങ്കിലും ഉണ്ടെന്ന് തോന്നിയത് ഷൈൻ ടോം ചാക്കോന്റെ പെർഫോമൻസ് ഇത്ര അടിപൊളിയായതുകൊണ്ട് മാത്രമാണ്.
അല്ലാണ്ട് സിനിമയിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ സെയിം ടൈം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് ചില സമയങ്ങളിൽ ഫീൽ ചെയ്ത ഒരു കേസ് ഇതിന്റെ മ്യൂസിക് ആണ്. ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആം, ജീൻ പി ജോൺസൺ അങ്ങനെ പറയുന്ന ഒരാളാണ്. എനിക്ക് അയാളുടെ പ്രീവിയസ് വർക്ക്സിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ എന്തോ സിനിമയിലെ പാട്ടുകൾ, ഒന്ന് രണ്ട് പാട്ടുകളുണ്ട്, അത് സിനിമയിൽ ഇങ്ങനെ കേട്ട് പോകാമെന്നല്ലാണ്ട് നമുക്ക് ഒന്നും കൂടെ നല്ല പാട്ടാണല്ലോ, ഒന്നും കൂടെ കേട്ട് കളയാമെന്ന് ഫീൽ ചെയ്യുന്ന പാട്ടുകളായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ മ്യൂസിക് ബി ജി എമ്മിന്റെ കാര്യം പറഞ്ഞാൽ ചില സീനിലൊക്കെ ബി ജി എം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചില സീനുകളിലേക്ക് വരുമ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു ബി ജി എം, അല്ലെങ്കിൽ ഈ സീനിൽ ഇങ്ങനത്തെ ഒരു ബി ജി എം എങ്ങനെ സെറ്റ് ആവുക എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു വിയേർഡ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ടൈപ്പ് കുറച്ച് ബി ജി എം ഒക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ആ ബി ജി എം പല സീനുകളിൽ എനിക്ക് വർക്കായിട്ടില്ല. പക്ഷെ ചില ചില പെക്യൂലർ ആയിട്ട് കുറച്ച് സീനുകളിൽ എനിക്ക് ബി ജി എം ഇഷ്ടപ്പെട്ടു. പക്ഷെ ബാക്കി കുറെ സീനുകളിൽ എനിക്ക് ബി ജി എം വർക്കായതായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് മ്യൂസിക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനിയൊരു വേറൊരു പുതിയൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.